റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദേശീയപാത 6 വരി പാതയിലെ ഗതാഗത നിയമലംഘനങ്ങൾ പിടികൂടാൻ കോഴിക്കോട് സിറ്റി പോലീസ് ക്യാമറ ദൃശ്യങ്ങൾ കൈമാറാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു. അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങളുടെ വിവരങ്ങൾ കൈമാറണം. 6 വരി പാതയിൽ നിർത്തിയിടുന്ന വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിനോജ് തോമസ് തന്നെയാണ് നമുക്കപ്പോൾ ഉള്ളത്. സിനോജ്, അപ്പോൾ ഇനി ദേശീയപാത 6 വരി പാതയിലൂടെ മാന്യമായ നിയമങ്ങളൊക്കെ പാലിച്ച് വാഹനം ഓടിച്ചാൽ വാഹനം ഓടിക്കുന്നവർക്ക് കൊള്ളാം, ഇല്ല എങ്കിൽ 8ന്റെ പണി കിട്ടും, പോക്കറ്റ് കീറും, നടപടി നേരിടേണ്ടിയും വരും, അല്ലേ സിനോജ്? തീർച്ചയായും ഷിഹാസ്, ആ നടപടിയാണ് തൊട്ട് മുൻപ് കണ്ട KSRTC ബസിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതും ഈ നിർദ്ദേശം വന്നതിന് പിന്നാലെ തന്നെയാണ് ദേശീയപാത അതോറിറ്റി നിയമലംഘനങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ദൃശ്യം കൈമാറിയിരിക്കുന്നത്. ദേശീയപാതയിൽ ഉടനീളം ദേശീയപാത അതോറിറ്റി HD മികവോടെയുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു വയലേഷൻ നിയമലംഘനം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഈ ടോൾ പ്ലാസയിലുള്ള കൺട്രോൾ റൂമിൽ നിന്ന് ദേശീയപാത അതോറിറ്റിക്ക് അതിന്റെ വിഷ്വൽസ് എടുക്കാൻ സാധിക്കും. അത് നേരെ പോലീസിന് കൈമാറാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യോഗമുണ്ടായിരുന്ന യോഗത്തിലാണ് അത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം കോഴിക്കോട് ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചതാണ്, ടോൾ പിരിവ് തുടങ്ങിയതാണ്. എന്നിട്ട് പോലും ആ വഴിയിലൂടെ ഓട്ടോറിക്ഷയും ബൈക്കുകളൊക്കെ തന്നെ ധാരാളം പോകുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ 6 വരിയിൽ നിർത്തിയിടുന്നുണ്ട്. അത്തരത്തിൽ വലിയ നിയമ ലംഘനങ്ങൾ 6 വരിയിൽ നടക്കുന്നു. അത് കൈയോടെ പിടികൂടാനാണ് പോലീസിന്റെ തീരുമാനം. ദേശീയപാത അതോറിറ്റി കൃത്യമായി ആ നിയമലംഘനങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്യും, ദൃശ്യങ്ങൾ സഹിതം. ഷിഹാസ്, ശരി, അതാണ് അപ്പോൾ സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ദേശീയപാത 6 വരി പാതയിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്നവർ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം വാഹനങ്ങൾ ഓടിക്കാൻ ശ്രദ്ധിക്കുക.